ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ നമ്മെ ഓരോരുത്തരെയും ഈ ദിവസം ഇവിടെ കൂട്ടിവരുത്തി. ദൈവത്തിൻ്റെ കൃപ മൂലം, കൃപയുടെ പൈതലാണ് നാം ഓരോരുത്തരും. ആ ഒരു ഗാനം നാം പാടുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നന്ദി നിറഞ്ഞു വരുന്നില്ലേ പ്രിയമുള്ളവരെ? നമുക്ക് സ്തുതിക്കുവാൻ തോന്നുന്നില്ലേ? കൃപയുടെ പൈതലാണ് ഞാനെന്ന്. ആരുടെയാണ്? ദൈവത്തിൻ്റെ കൃപയുടെ പൈതൽ. ആ നന്ദിയോടെ, ആ സ്തുതിയോടെ നാം ഓരോരുത്തരോടും ഇവിടെ ഇരുന്നാൽ നമ്മുടെ ആകുലങ്ങളെല്ലാം മാറിപ്പോകും, നമ്മുടെ ഭാരങ്ങളെല്ലാം മാറിപ്പോകും, നമ്മുടെ വിഷമങ്ങളെല്ലാം മാറിപ്പോകും. നാം അറിയാതെ നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സ്നേഹം മാത്രം, യേശുക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹം മാത്രം, എനിക്ക് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം മാത്രം. നന്ദിയോടെ നമുക്കായിരിക്കാം, നമുക്ക് സ്തുതിയോടെ ആയിരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്കൊരു വേദഭാഗം വായിക്കാം. 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ, ഇത് വായിച്ചപ്പോൾ തന്നെ ചിലവരുടെ എല്ലാം ഹൃദയത്തിൽ ഒരു ഭാരം. കർത്താവേ, എനിക്ക് ഇന്ന് കണ്ണുനീരിൻ്റെ ദിവസങ്ങളുണ്ടല്ലോ. കർത്താവേ, ഞാൻ ഇന്ന് അലയുകയാണല്ലോ. കർത്താവേ, ഞാൻ ഇന്ന് സങ്കടക്കടലിലാണല്ലോ. ഇതെല്ലാം നീ കാണുന്നില്ലേ? ഇതെല്ലാം നീ അറിയുന്നില്ലേ? ഞാൻ ഈ വചനം കേൾക്കുന്നൊരു വ്യക്തിയാണ്, ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നൊരു വ്യക്തിയാണ്. എന്നിട്ടും കർത്താവേ, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്രയൊക്കെ കരഞ്ഞിട്ടും എൻ്റെ ഭാരങ്ങൾ മാറാത്തത് എന്താണ്? അങ്ങനെയെല്ലാം ചിന്തിച്ച് വിഷമിച്ച് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പ്രത്യാശയോടെ പറയുകയാണ്: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ? നമ്മളുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. നാം അത് എണ്ണുന്നുണ്ടോ? നാം എത്ര പ്രാവശ്യം സങ്കടപ്പെട്ടിട്ടുണ്ട്? നമുക്കൊരു കണക്കുണ്ടോ? നാം എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്? നമുക്കൊരു കണക്കുണ്ടോ? നാം എത്ര പ്രാവശ്യം വേദനപ്പെട്ട് ഒരു കാര്യത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്? നമ്മളുടെ എന്തെങ്കിലും കണക്കുണ്ടോ? എന്നാൽ ദൈവത്തിനൊരു കണക്കുണ്ട് എന്ന് നാം ഓരോ പ്രാവശ്യവും പ്രാർത്ഥിച്ചപ്പോൾ, നാം ഓരോ പ്രാവശ്യവും സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ, എങ്ങനെ ഈ പ്രശ്നം എന്നിൽ നിന്നൊന്ന് മാറിപ്പോകുമെന്ന് ആകുലപ്പെട്ട് നിലവിളിച്ചപ്പോൾ, ആരും കാണാതെ, ആരും അറിയാതെ സങ്കടക്കടലിലായിരുന്നപ്പോൾ, നാം അലഞ്ഞു നടന്നപ്പോൾ, രോഗക്കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ, എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ ഇരുന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, തലയിൽ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു എന്ന്. അങ്ങനെയെല്ലാം ചെയ്തപ്പോൾ നമുക്കറിയില്ല നാം എത്ര പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതെല്ലാം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്, അതെല്ലാം ദൈവം ഓർത്തു വെച്ചിരിക്കുകയായിരുന്നു എന്ന്. എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന്. എന്തൊരു പ്രത്യാശയുള്ള വാക്യങ്ങളാണ്! എൻ്റെ ഒരു അനുഭവമാണിതെല്ലാം. നാം പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലെ നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ല നാം ഒരു യൗവന പ്രായത്തിലെത്തിയപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ല ഒരു മധ്യവയസ്സിൽ നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, നാം പ്രായമായപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതെല്ലാം പലതും നാം മറന്നുപോയി, പലതും നാം ഓർക്കുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചത്? എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? എൻ്റെ ദുഃഖങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതൊന്നും നാം ഓർക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം എണ്ണി വെച്ച ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ഇതെല്ലാം എണ്ണി പുസ്തകത്തിൽ എഴുതി വെച്ച ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. നിങ്ങളിന്ന് തിരിഞ്ഞു നോക്കിക്കേ, നിങ്ങളിന്ന് ചിന്തിക്കുന്നില്ലേ, ഓ ഈ ഒരു കാര്യം, ഇത് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമാണല്ലോ, ഞാനത് മറന്നുപോയിരുന്നല്ലോ. ഈ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നല്ലോ, ഞാനത് മറന്നുപോയിരുന്നല്ലോ എന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് പ്രിയമുള്ളവർ. ഞാൻ എൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഞാനൊരു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. എനിക്കന്ന് ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്തത്. അന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു, ഒരു പ്രൊഫസർ എന്നുള്ളൊരു പദവി കിട്ടണമെന്ന്. അങ്ങനെ വെറുതെ കിട്ടുകയില്ല. പ്രൊഫസർ എന്നുള്ള പദവി കിട്ടണമെങ്കിൽ അത്ര എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഒരു PhD ഡോക്ടറേറ്റോ എന്തെങ്കിലുമൊക്കെ എടുക്കണം, എന്നാലേ കിട്ടുകയുള്ളൂ. ഞാനത് ആഗ്രഹിച്ചു, ഞാനങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയാനൊന്നും എനിക്കില്ല. എൻ്റെ ഹൃദയത്തിലൊരാഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി PhDക്കൊക്കെ ട്രൈ ചെയ്തു. ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളും
നിങ്ങൾ അനേകർ, നിങ്ങളും എൻ്റെ അനുഭവം പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നിങ്ങൾ ചില ആഗ്രഹങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറന്നുപോയ ചില ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ, എനിക്ക് വിശ്വസ്തയോടെ നിന്നൊന്നും പറയാനില്ല, എന്നാൽ നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളെപ്പോലും കണക്കിടുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനങ്ങനെ ഇരുന്നു. എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് വരുവാനും ഇവിടെ കർത്താവ് ഒരു ജോലി തരുവാനും ഇവിടെ എന്നെ ദൈവം ഉയർത്തുവാനെല്ലാം തുടങ്ങി. ഞാനതെല്ലാം മറന്നുപോയി. പിന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വേറെ വഴിക്ക് പോയി. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു യൂണിവേഴ്സിറ്റിയിൽ, ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവരെനിക്ക് ഒരു പൊസിഷൻ തന്നു. എന്താണ്? പ്രൊഫസർ ഇൻ പ്രാക്ടീസ് എന്ന്. അവരെനിക്കത് എഴുതി തന്നു. പ്രൊഫസർ ഇൻ പ്രാക്ടീസ് എന്നൊരു അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ ഓർത്ത്, കർത്താവേ, ഞാനിത് ആഗ്രഹിച്ചതല്ല, ഒരു കാലത്തും എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളതുമല്ല. എന്നാൽ കർത്താവ് അതെല്ലാം കുറിച്ചു വെച്ചു. കർത്താവ് അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചു. കർത്താവ് അതെല്ലാം എണ്ണി വെച്ചു. കർത്താവ് അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു. അത് നടത്തേണ്ട സമയത്ത് ഞാൻ പോലും ആഗ്രഹിക്കാതെ കർത്താവ് അതെല്ലാം എനിക്ക് തന്നു. ഞാൻ എന്താണ് പറഞ്ഞത്? നമ്മൾ ചിന്തിക്കണം. നാം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഓരോരോ ചെറിയ ആഗ്രഹങ്ങൾ കാണുന്ന, നാം കരയുന്ന വിഷയങ്ങൾ കാണുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. ഒരു മനുഷ്യനതൊന്നും കാണുകയില്ല, ഒരു മനുഷ്യന് നമ്മുടെ ആഗ്രഹങ്ങൾ കാണുകയില്ല. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവം, നമ്മുടെ ആഗ്രഹങ്ങളെ കാണുന്ന ദൈവം, നമ്മുടെ കരച്ചിലുകൾ കാണുന്ന ദൈവം, അതെല്ലാം തുരുത്തിയിലാക്കി വയ്ക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഇന്ന് വേദപുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ ഒരു പ്രവാചകനെ നമുക്ക് കാണാം. നെഹമ്യ പ്രവാചകൻ ഒരു കരയുന്ന പ്രവാചകനാണ്. പ്രവാചകൻ കരഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായം. അതിൻ്റെ 1-ാം അധ്യായത്തിൽ പ്രവാചകൻ 4-ാം വാക്യം ഇങ്ങനെയാണ്. പ്രവാചകൻ കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? പ്രവാചകൻ എന്തിനാണ് കരയുന്നത്? യെരുശലേം ശൂന്യമായി കിടക്കുന്നു, അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. പ്രവാചകൻ കരഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. യെരുശലേം ശൂന്യമായി കിടക്കുന്നു. ആ വാർത്ത കേട്ടപ്പോൾ പ്രവാചകൻ അതിദുഃഖമായി. പ്രവാചകൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് എഴുതുകയാണ്. എന്താണ് അവിടെ എഴുതിയത്? നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ. പ്രവാചകൻ അവിടെ കിടന്ന് കരയുകയാണ്. എന്താണ്? ഇന്ന് നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ യെരുശലേം ശൂന്യമായി കിടക്കുന്നു. അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 17-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 2-ാം അധ്യായം 17-ാം വാക്യം. അനന്തരം ഞാൻ അവരോട്, യെരുശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനി നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എന്തിനാണ് പ്രവാചകൻ കരഞ്ഞത്? യെരുശലേം ശൂന്യമായിരിക്കുന്നു, അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തു കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. യെരുശലേം ശൂന്യമായിരിക്കുന്നു. എന്താണ്? ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കരയുവാൻ അനേകം കാര്യങ്ങളില്ലേ? യെരുശലേം ശൂന്യമായിരിക്കുന്നു. എന്താണ് യെരുശലേം ശൂന്യമാവുക എന്ന് പറഞ്ഞാൽ? ഒരു കാലത്ത് നമുക്ക് പാട്ടുണ്ടായിരുന്നതാണ്, ഒരു കാലത്ത് നമുക്ക് ആത്മാവിൻ്റെതായ എല്ലാ കൃപകളും ഉണ്ടായിരുന്നതാണ്, ഒരു കാലത്ത് നാം വ്യക്തമായ സമർപ്പണം എടുത്തിരുന്നതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വീണുപോയി, അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു പോയി. അങ്ങനെ ആത്മാവിൻ്റെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. യെരുശലേം ശൂന്യമായിരിക്കുന്നു. ഇന്ന് നമുക്ക് കരയാനുള്ള കാര്യങ്ങൾ എന്താണ്? ഇന്ന് യെരുശലേം ശൂന്യമായിരിക്കുന്നു. സമർപ്പണ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. യെരുശലേം ശൂന്യമായതിനെ ഓർത്ത് ഇന്ന് ആരെങ്കിലും കരയുന്നുണ്ടോ? ജീവിതത്തിൽ നിന്ന് സമർപ്പണം പോയിപ്പോയതിനെ ഓർത്ത് ഇന്ന് ആരെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? അവിടെ വീണ്ടും വായിക്കുന്നുണ്ട്, അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നതായി. തീ കൊണ്ട് വെന്ത് കിടക്കുന്ന വാതിലുകൾ. പാപം വന്ന് ജീവിതത്തെ വേവിച്ച് കളഞ്ഞിരിക്കുന്നു. പാപത്തിൻ്റെ തീ വന്ന് സകലതും ദഹിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ സമർപ്പണങ്ങളും ദഹിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ഒരു നിന്നാപാത്രമായി തീർന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്നാപാത്രം. എല്ലാവരും പുച്ഛിക്കുന്നു, എല്ലാവരും ലജ്ജയോടെ തലതാഴ്ത്തി പോകുന്നു. എൻ്റെ അനർത്ഥം എല്ലാവരും കണ്ടിരിക്കുന്നു. ഒരു പ്രകടമായി പുറമെ എല്ലാവരും കാണുകെ പ്രകടമായി തന്നെ പാപങ്ങൾക്കെല്ലാം ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ആരെങ്കിലും കരഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടോ? ആരെങ്കിലും കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നാം ദൈവവചനം കേൾക്കുമ്പോൾ എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? പ്രവാചകൻ പറയുകയാണ്, നമുക്ക് വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ നാം സഹതപിച്ചിട്ട് കാര്യമില്ല, വെറുതെ നാം സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നാം പ്രാർത്ഥിക്കേണ്ടവനോട് പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? പ്രവാചകനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് വായിക്കാം. അതിൻ്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന
അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നുമിരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞിട്ടാണ്. ആദ്യം എൻ്റെ വിഷയം അങ്ങ് പറയുകയല്ല ചെയ്തത്, ആദ്യം എൻ്റെ സങ്കടകാര്യം അങ്ങ് പറയുകയല്ല ചെയ്തത്. കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ചെല്ലുന്നത് എങ്ങനെയാണ്? കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾ നിന്നെ വേദനിപ്പിച്ചു പോയി, നീ പറഞ്ഞ കൽപ്പനകളിൽ നിന്നെല്ലാം ഞങ്ങൾ പിന്മാറിപ്പോയി. കർത്താവേ, ഞങ്ങൾക്ക് നിന്നു എന്ന് പറയുവാനില്ല, ഞങ്ങൾ നിന്നെ ഏറ്റവും വേദനിപ്പിച്ചവരാണ്, ഞങ്ങൾ ഏറ്റവും പാപികളാണ് കർത്താവേ എന്ന് നിങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഈ ദൈവശുശ്രൂഷയ്ക്ക് ഈ ആരംഭഘട്ടത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ഉത്തമ ബോധ്യത്തോടെ ഇരിക്കണം. കർത്താവേ, ഞങ്ങൾ പാപികളാണ് എന്ന്, ഞങ്ങൾ നിന്നെ വേദനിപ്പിച്ചവരാണ് എന്ന്. ഇന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ, ഇന്ന് നാം ഏത് പ്രാർത്ഥനാ വിഷയമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അത് നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രവാചകൻ പറഞ്ഞതുപോലെ, കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു, ഞങ്ങൾ നിന്നെ അനുസരിച്ചിട്ടില്ല, നീ ഒരു ന്യായീകരണവും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കരുത്. കർത്താവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ പാപികൾ തന്നെയാണ്, നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിട്ട് തെറ്റിപ്പോയവരാണ്, എന്നാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്, പാപികളാണെന്ന് ഏറ്റുപറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുടുംബക്കാരൊക്കെയും പാപം ചെയ്തു, ഈ കാര്യവുമായി നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല കർത്താവേ, ഞങ്ങൾ ആദ്യം പാപികളാണ്. പിന്നെ എന്താണ് അവിടെ പ്രവാചകൻ ചെയ്തത്? അതിൻ്റെ 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും. എന്താണ് അവിടെ പ്രവാചകൻ ഒരു വാഗ്ദത്തം പറയുകയാണ്. ഈ ദൈവം കൊടുത്തൊരു വാഗ്ദത്തം. ആ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾ പാപികളാണ് എന്ന്, കർത്താവേ, ഞാൻ പാപിയാണ് എന്ന്. എന്നിട്ട് എന്താണ് അവിടെ പറഞ്ഞത്? കർത്താവേ, ഞാൻ പാപിയാണ്, എന്നാലും നീ ഞങ്ങൾക്ക് തന്നൊരു വാഗ്ദത്തമുണ്ട്. എന്താണ് വാഗ്ദത്തം? നമുക്ക് തന്ന വാഗ്ദത്തം എന്താണ്? എൻ്റെ തിരുരക്തം, എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി മോചിക്കുമെന്നുള്ളത് അവൻ്റെ വാഗ്ദത്ത വചനമാണ്. അത് വാഗ്ദത്തമാണ് നമുക്ക് തന്നത്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ പാപികളാണ്, എന്നാൽ നീ ഞങ്ങൾക്ക് തന്നൊരു വാഗ്ദത്തമുണ്ടല്ലോ. കർത്താവേ, നീ ഞങ്ങളോട് പറഞ്ഞ ചില സമയങ്ങളിൽ പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ടല്ലോ, ആ വാഗ്ദത്തത്തിൽ ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്, ആ വാഗ്ദത്തത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് പറഞ്ഞത് എൻ്റെ യേശു കർത്താവാണ്, ഞാനത് വിശ്വസിക്കുകയാണ്. അങ്ങനെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ദൈവസന്നിധിയിൽ കടന്നു ചെന്നിട്ട് പിന്നെ ആ വിഷയം അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് ഞാൻ വന്നത്? എന്താണ് എൻ്റെ ഭാരവിഷയം? എന്താണ് എൻ്റെ പ്രശ്നം? നിങ്ങൾ അലയുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്? പിന്നെ കർത്താവിനോട് പറയുകയാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ അവിടെ ആ വിഷയം അവതരിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? കർത്താവേ, നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന് മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. ഈ എൻ്റെ കാര്യമൊന്ന് സാധിപ്പിച്ചു തരണമേ എന്ന്. പ്രിയമുള്ളവരെ, എൻ്റെ കാര്യമൊന്ന് സാധിപ്പിച്ചു തരണമേ എന്ന്. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നാൽ കർത്താവേ, എനിക്കൊരു വാഗ്ദത്തമുണ്ട്, നിന്റെ തിരുരക്തം എൻ്റെ പാപങ്ങളെ കഴുകുമെന്ന്. എന്നാൽ കർത്താവേ, ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നെൻ്റെ ഈ കാര്യമൊന്ന് സാധിപ്പിച്ചു തരണമേ. ഈ മനുഷ്യർക്കാർക്കും ഇത് സാധിപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ വലയുകയാണ്, ഞാൻ കരയുകയാണ്, ഞാൻ സങ്കടത്തിലിരിക്കുകയാണ്. കർത്താവേ, എനിക്കെൻ്റെ കാര്യമൊന്ന് സാധിപ്പിച്ചു തരണമേ എന്ന് പ്രവാചകനോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആരംഭ സമയത്ത് നാം പ്രാർത്ഥിക്കേണ്ടത് അതാണ്. കർത്താവെ, ഞങ്ങൾ തുടർന്നും നിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ആരോടും പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഞങ്ങളൊരു കണ്ണുനീർ താഴ്വരയിലൂടെ നടന്നു പോവുകയാണ്. കണ്ണുനീർ താഴ്വരയിലൂടെ നടന്ന് ഞങ്ങൾ വേച്ചു പോവുകയാണ് കർത്താവെ. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തമുണ്ടല്ലോ, നീ ഞങ്ങൾക്ക് തന്ന പല പല വാഗ്ദത്തങ്ങളുണ്ടല്ലോ, ഈ ദൈവവചനത്തിലൂടെ തന്ന വാഗ്ദത്തങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഞങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുന്നു. ഞങ്ങളുടെ കാര്യം ഒന്ന് സാധിപ്പിച്ചു തരാമോ കർത്താവേ? ഞങ്ങൾക്ക് ഈ കാര്യം ഒന്ന് സാധിപ്പിച്ചു തരാമോ? നീ വിചാരിച്ചാൽ ഈ കാര്യം നടക്കും. എനിക്ക് പാപത്തിന്മേലൊരു ജയം കിട്ടും, എൻ്റെ രോഗത്തിന്മേലൊരു സൗഖ്യം കിട്ടും. എനിക്കിന്ന് ആരും കേട്ടാൽ പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കും. അതെൻ്റെ വിശ്വാസമാണ്. നിന്റെ വാഗ്ദത്തമാണല്ലോ കർത്താവേ, അതെൻ്റെ വിശ്വാസമാണ് എന്ന് ഇന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം? എന്താണ് അവിടെ സംഭവിച്ചത്? അത്
പ്രവാചകൻ പ്രാർത്ഥിക്കുക മാത്രമല്ല അവിടെ ചെയ്തത്. പ്രവാചകന്റെ വിശ്വാസം നോക്കണേ. അവിടെ പ്രവാചകൻ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അവിടെ 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാം. 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ അവിടെ ഒരു കാര്യം നാം കാണുന്നുണ്ട്. എന്താണ്? അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അതിനെ അവരോട് പ്രവാചകൻ അവിടെ പ്രാർത്ഥിച്ചു. എന്നാൽ പ്രവാചകനോട് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്, പരസ്യമായത് അനൗൺസ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു കാര്യം വിശ്വസിച്ചോളൂ, ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തോടാണ്. ദൈവം നമുക്കത് കാര്യം സാധിപ്പിച്ച് തരും, അതെൻ്റെ ഉറപ്പാണ് എന്ന് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും? ഞാനിവിടെ എൻ്റെ രഹസ്യമായി ദൈവത്തോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അത് ദൈവം സാധിപ്പിച്ച് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. വിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനം. ഇന്ന് അവിശ്വാസ പ്രഖ്യാപനം നാം നടത്തണം. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ദൈവത്തോടാണ്, ദൈവം എൻ്റെ കാര്യം സാധിപ്പിച്ചു തരും. ആ പ്രാഗൽഭ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപം മാറണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തോട് യാത്ര പറയണം. എന്നേക്കുമായി പാപത്തോട് ഒരു സ്ട്രോങ്ങസ്റ്റ് നോ നാം പറയണം. ഈ പ്രാഗൽഭ്യം വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു പ്രാഗൽഭ്യം കിട്ടുകയില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചങ്കിൽ എൻ്റെ യേശുക്രിസ്തു ഉണ്ട് എന്ന്, അവൻ്റെ രക്തം എൻ്റെ സകല പാപവും മോചിച്ചു തന്നു എന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നമുക്കൊരു പ്രാഗൽഭ്യം കിട്ടും. എൻ്റെ കർത്താവ് എൻ്റെ കാര്യം സാധിപ്പിക്കുമെന്ന്. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. ഇന്ന് നാം വചനം കേൾക്കുമ്പോൾ നാം എല്ലാ ഞായറാഴ്ചകളിലൂടെ വരുന്നുണ്ട്, വെള്ളിയാഴ്ചകളിലൂടെ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. നാം ടി വിയിലൂടെ വചനം കേൾക്കുന്നുണ്ട്, യൂട്യൂബിലൂടെ വചനം കേൾക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മോട് സംസാരിക്കുന്നത്. എന്നാൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് ആ പ്രാഗൽഭ്യമുണ്ട്? എത്ര പേർക്ക് ആ വിശ്വാസ പ്രഖ്യാപനം നടത്താനുള്ള പ്രാഗൽഭ്യമുണ്ട്? എന്നാൽ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, വിശ്വാസത്തോടെ നാം അത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരുമെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് എത്ര പേർക്ക് ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം? നമുക്ക് വീണ്ടും വായിക്കാം. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ അവരെ പേടിക്കേണ്ട. ആരെയാണ് പേടിക്കേണ്ടാത്തത്? അവർ മതിൽ പണിച്ചു തുടങ്ങുകയാണ്. യെരുശലേമിൻ്റെ മതിലുകൾ വീണ് കിടക്കുന്നു, തകർന്നു പോയിരിക്കുന്നു. നെഹമ്യാവും ആ ജനവും കൂടെ ചേർന്ന്, ഒരു ശേഷിപ്പും കൂടെ ചേർന്ന് മതിൽ പണിയുകയാണ്. എന്നാൽ അവർക്ക് നിരാശയുടെ വാക്കുകളാണ് ചുറ്റും. സൻബല്ലത്തും തോബിയാവും അവരെ നിരാശപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്താ ഈ ചെയ്യാൻ പോകുന്നേ? നിങ്ങളുണ്ടോ ഈ മതിൽ പണിയാൻ പോകുന്നു? നിങ്ങൾക്കിതൊക്കെ സാധിക്കുമോ? നിങ്ങൾ എന്താ പറയുന്നത്? 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴത്തേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇപ്പം തന്നെ ഒരു ദിവസം കൊണ്ട് പണി കഴിയാൻ പോവുകയാണോ? നിങ്ങൾക്ക് എന്ത് കഴിവാണ് ഉള്ളത്? പ്രിയമുള്ളവരെ, സാത്താൻ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കും. നിങ്ങളൊരു സമർപ്പണം എടുക്കുമ്പോൾ, നിങ്ങളൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തി കഴിയുമ്പോൾ തൊട്ടടുത്ത നിമിഷം നിങ്ങളോട് വരുന്നൊരു ചോദ്യം ഉണ്ടാവും. എന്താണെന്നറിയോ? അല്ല മകനെ, അല്ല മകളെ, നീ എത്ര പ്രാവശ്യം കൂട്ടായ്മയ്ക്ക് വന്നൊരു വ്യക്തിയാ? എത്ര പ്രാവശ്യം നീ വചനം കേട്ടൊരു വ്യക്തിയാ? നീ അല്ലേ അന്ന് കരങ്ങളെ ഉയർത്തി സമർപ്പണം എടുത്തത്? നീ അല്ലേ പറഞ്ഞത് ഇനി ഞാൻ എൻ്റെ എല്ലാം എൻ്റെ യേശുവിന് സ്വന്തമാണ് എന്ന്? ഇതൊക്കെ നടന്നോ? എന്നിട്ട് നീ വീണുപോയവനല്ലേ? നീയാണോ ഇനി നിൽക്കാൻ പോകുന്നത്? ഇനി നീയാണോ ഒരു പാപത്തോട് യാത്ര ചെയ്ത് നിൽക്കാൻ പോകുന്നത്? നിനക്കൊരിക്കലും സാധിക്കില്ല. നിനക്കൊരിക്കലും ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ്, കുറച്ച് പ്രായമൊക്കെയായി, നിനക്കൊന്നും വയ്യാതിരിക്കുന്ന ഒരു സമയത്ത് അന്ന് നീ ഒരു സമർപ്പണം എടുക്കുക. അല്ലെങ്കിൽ ഇനി അടുത്ത ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ട്, 2-ാം ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മീറ്റിംഗ് ഉണ്ട്. നിനക്ക് അന്നേരം ഒരു സമർപ്പണം എടുക്കാം. അന്ന് നീ വീണ്ടും ഒരു സമർപ്പണം എടുക്കുക. സാത്താൻ്റെ തന്ത്രങ്ങളോട് പോരാടുവനെന്ന്. സാത്താനാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളെ നിരാശപ്പെടുത്തുന്നത് സാത്താൻ്റെ പ്രവൃത്തികളാണ്. നിങ്ങളെ തകർക്കാൻ നോക്കുന്നത് സാത്താൻ്റെ പ്രവൃത്തികളാണ്. നിങ്ങളെ നിരാശയുടെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരും. ഒരിക്കലും നിങ്ങളിപ്പോൾ സമർപ്പണം എടുക്കല്ലേ എന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളിതൊന്നും കണ്ട് പേടിക്കാൻ പോകണ്ട. എന്താണ്? നിങ്ങൾ ആരെയാണ് ഓർക്കേണ്ടത്? ഇവിടെ വചനം പറയുന്ന ദൈവദാസന്മാരെ അല്ല, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ കൂടിയിരിക്കുന്ന ആരെയെങ്കിലും അല്ല. നിങ്ങൾ ആരെയാണ് ഓർക്കേണ്ടത്? അവിടെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ അവരെ പേടിക്കേണ്ട. നിങ്ങൾ ഓർക്കേണ്ട ഒരാളുണ്ട്, നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരാളുണ്ട്. അതാരാണ്? നിങ്ങൾ വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്തുകൊള്ളുവിൻ. അവനേക്കാളൊക്കെ വലിയവനും അവനേക്കാളെല്ലാം ഭയങ്കരനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. പിശാചിൻ്റെ തലയെ തകർത്തവനുണ്ട്. നിങ്ങൾ അവനെയാണ് ഓർക്കേണ്ടത്. അവനെ ഓർത്ത് നിങ്ങൾ മതിൽ പണിഞ്ഞുകൊള്ളുവിനെന്ന്, നിങ്ങൾ അവനെ മാത്രം ഓർത്തുകൊള്ളുവിനെന്ന് നിങ്ങൾ ഇനിയും തുടർന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും സാത്താൻ്റെതായ ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും.
ഇതൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കണം, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലേക്ക് നോക്കണം. അവനെ ഓർത്ത് നിങ്ങൾ മതിൽ പണിതുകൊള്ളുവിനെന്ന്. നിങ്ങളെ സമർപ്പണത്തിൽ നിങ്ങളെ നടത്തുന്നത് യേശുക്രിസ്തുവാണ്. അവനാണ് നമ്മെ നടത്തുന്നത്. വീണ്ടും ഒരു വാക്യമുണ്ട്, അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെയാണ്, 4-ാമത്തെ 20-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ജീവിതം യേശുവിന് പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നാം കല്ലിനെയോ മണ്ണിനെയോ അല്ല ആരാധിക്കുന്നത്, നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഈ പാപികളായ നമ്മോട് മനസ്സരിഞ്ഞ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുക, സമർപ്പണത്തോടെ ഇരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? കർത്താവേ, എൻ്റെ പാപത്തിനു വേണ്ടി, ഇനിയും അഴിഞ്ഞു പോകാത്ത എൻ്റെ പാപ സ്വഭാവങ്ങൾക്ക് വേണ്ടി. ആദ്യം അതാണ് മാറേണ്ടത്. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുക, കർത്താവേ, ഞാൻ ഈ പാപത്തോട് യാത്ര പറയുന്നു, ഈ കാര്യം ഒന്ന് സാധിപ്പിച്ചു തരണമേ എന്ന്. അങ്ങനെയെങ്കിൽ അവസാനം വരികയാണ്, അവർ ആ മതിൽ പണിതു എന്ന്. ഇന്ന് നമുക്ക് മതിൽ പണിയാം. ഏതാണ് ആ മതിൽ? നമ്മുടെ സമർപ്പണത്തിൻ്റെ മതിൽ, നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ മതിൽ. പൊളിഞ്ഞുപോയ പല മതിലുകളും നമുക്കിന്ന് പണിത്, നമ്മളല്ല പണിയുന്നത്, ഇന്ന് നമുക്ക് വേണ്ടി ദൈവം പണിതു തരുമെന്ന്. നാം കൂടെ നിന്നാൽ മതി, നാം ചേർന്ന് നിന്നാൽ മതി, നാം വിശ്വാസത്തോടെ ഇരുന്നാൽ മതി. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. നമുക്കത് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. സമർപ്പണത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ.